അടിമാലിയിൽ ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങി 9 വയസ്സുകാരി മരിച്ചത് കൂമ്പൻപാറ ഫാത്തിമ മാതാ സ്കൂളിലെ വിദ്യാർത്ഥി ജോവാന സോജൻ. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. രാവിലെ പ്രതിപക്ഷ നേതാക്കൾ യോഗം ചേരും. സംസ്ഥാനത്ത് 4 വർഷ ഡിഗ്രി കോഴ്സുകൾക്ക് ഇന്ന് തുടക്കം. വിജ്ഞാനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം വനിതാ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വർഷങ്ങളായി ശാപമോക്ഷമില്ലാതെ തൃശൂർ കയ്പമംഗലം കമ്പനിക്കടവ് റോഡ്. മഴ കനത്തതോടെ റോഡ് ചെളിക്കുളമായി. ജനകീയ പ്രശ്നത്തിൽ ഇടപെട്ട് കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര. നാവ കുഴിയടയ്ക്കാം. എൻഡോസൾഫാൻ ദുരിതബാധിത പട്ടികയിൽ നിന്ന് 1031 പേരെ ഒഴിവാക്കിയതിൽ പ്രതിഷേധം. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാഴായെന്ന ദുരിതബാധിതർ. സെക്രട്ടേറിയറ്റ് പടിക്കലിൽ അനിശ്ചിതകാല സമരവുമായി സമരസമിതി. കയറ്റുമതി ചെയ്യുന്ന പച്ചക്കറികൾ സൂക്ഷിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ മതിയായ സംവിധാനമില്ല. കയറ്റുമതിക്കായി എത്തിക്കുന്ന പച്ചക്കറികൾ നശിക്കുന്നു. ചെറുകിട കയറ്റുമതിക്കാരും കർഷകരും പ്രതിസന്ധി. യൂറോ കപ്പ് പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസ് ബെൽജിയം സൂപ്പർ പോരാട്ടം. മത്സരം രാത്രി 9:30. ക്വാർട്ടർ ഉറപ്പിക്കാൻ പോർച്ചുഗൽ. എതിരാളികൾ സ്ലോവാനിയ.